പത്തനംതിട്ടയിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകർക്ക് ഓറഞ്ച് ജാക്കറ്റുകൾ നൽകിയത് വിവാദമാക്കാതെ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും. കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യം ഭരിക്കുന്ന നഗരസഭയിലാണ് ഓറഞ്ച് ജാക്കറ്റുകൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സമാനമായ സുരക്ഷാ കിറ്റുകൾ നൽകിയത് മാധ്യമങ്ങൾ നേരത്തെ വിവാദമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുല്, നമ്മൾ ഈ വാർത്ത നൽകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിരി വരും. കാരണം തിരുവനന്തപുരത്ത് നൽകിയപ്പോൾ അത് സംഘീവൽക്കരണം, കാവ്യവൽക്കരണം. ഇപ്പോൾ പത്തനംതിട്ടയിൽ മുസ്ലിം ലീഗ് നൽകുന്നതുകൊണ്ട് ഓറഞ്ച് നിറത്തിന് പ്രശ്നമൊന്നുമില്ല, അത് സംഖ്യ നിറവുമല്ല അല്ലേ? തീർച്ചയായിട്ടും പ്രജിത്ത്, അതുതന്നെയാണ് ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ മാധ്യമങ്ങളുടെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ തന്നെ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അതായത് തിരുവനന്തപുരം നഗരസഭയിൽ ഈ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിൻ്റെ നമസ്തേ പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനാ വിഭാഗക്കാർക്ക് ഇത്തരത്തിൽ ഓറഞ്ച് കളറുള്ള ജാക്കറ്റ് സുരക്ഷയുടെ ഭാഗമായിട്ട് അവരുടെ സുരക്ഷാ ഉപകരണങ്ങളുടെ ഭാഗമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാവി നിറത്തിലുള്ള ജാക്കറ്റ് മനഃപൂർവ്വമായിട്ട് ഈ ശുചീകരണ തൊഴിലാളികൾക്ക് നൽകിയതാണ്, കാവിവത്കരണമാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വലിയ വിവാദം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനേറെ ദൗർഭാഗ്യകരം ചില പ്രമുഖ മാധ്യമങ്ങളടക്കം അതിന് കൂട്ടുനിൽക്കുകയും ആ രീതിയിൽ വാർത്തകൾ ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം അതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ഒരു മുഖത്തടിക്കുന്നൊരു സംഭവം എന്ന പോലെ തന്നെ ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയിലും ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുകയാണ്. അതായത് പത്തനംതിട്ട നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഈ നമസ്തേ പദ്ധതി പ്രകാരം ഈ സുരക്ഷാ കിറ്റ് നൽകിയിരിക്കുകയാണ്. അതിൽ ഓറഞ്ച് കളറിലുള്ള സുരക്ഷാ ജാക്കറ്റ് അടക്കം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭ എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് പത്തനംതിട്ട നഗരസഭ. ആ നഗരസഭയിൽ ഇതേ പ്രവർത്തനം ആരംഭിച്ചത് എന്തായാലും ഒരു വിമർശനത്തിനും കാരണമായിട്ടില്ല. അതിനെ കണ്ടെന്ന് പോലും നടിക്കുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എന്നുള്ളതാണ് നമുക്ക് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഇവരുടെയൊക്കെ ഉദ്ദേശമെന്ന് പറയുന്നത് തീർത്തും ഇത്തരത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുക അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിലെ തന്നെ മറ്റു പല ഇത്തരത്തിലുള്ള നഗരസഭകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ഈ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നമസ്തേ പദ്ധതി എന്ന് പറയുന്നത്. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പൂർണ്ണ രൂപം. അതിൽ ഇവർക്ക് ഈ സുരക്ഷാ കിറ്റാണ് അതിൽ പ്രധാനമായിട്ടും പ്രദാനം ചെയ്തത്. അതിൽ ഈ ഓറഞ്ച് നിറത്തിലുള്ള ജാക്കറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഒക്കെ കൂടിച്ചേരുന്ന ഒരു കിറ്റാണ് ഇവർക്ക് ഈ ശുചീകരണത്തിന് വേണ്ടിയിട്ട് നൽകുന്നത്. ഇത് ഈ ഓറഞ്ച് നിറമെന്ന് പറയുന്നത് അത് കാവി നിറമല്ല, അത് ഒരു ഇന്റർനാഷണൽ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ രീതിയിൽ റിഫ്ലക്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നിറം കൂടിയിട്ടാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധ്യം പോലും തിരുവനന്തപുരത്ത് ഈ പരിപാടി നടന്നപ്പോൾ അതിനെ വിമർശിക്കുന്നവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഈ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ വിവാദങ്ങളോ വിമർശനങ്ങളോ ഒന്നും ഇവിടെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്.